നല്ല സ്റ്റാഫിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, അയാളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻകം അയാൾക്ക് കിട്ടണം. അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ബേസിക്കലി നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ജോബ് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കണം. അവർക്ക് അവരുടെ ലൈഫിനെ സുഖകരമായിട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പേ സ്ട്രക്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്പർ 2, ഡെഫിനറ്റ്ലി നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് അയാളുടെ ഭാവി കാണാൻ സാധിക്കണം. എവിടേക്കാണ് നാളെ എത്തുന്നത്, ഇവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്ത് എനിക്ക് എങ്ങോട്ട് വരെ എത്താൻ പറ്റും എന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു കരിയർ പാത്ത് നിങ്ങൾ ആൾക്ക് സൃഷ്ടിക്കണം. പിന്നെ മൂന്നാമതായിട്ട്, നിങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല എംപ്ലോയീസിന് സുഖകരവും സന്തോഷകരവുമായിട്ട് അവരെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഗുഡ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാവണമല്ലോ. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അത് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പ്രചരിപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്കൊരു നല്ല പൊട്ടൻഷ്യലിനെ വേണമെന്ന് തോന്നുന്ന സമയത്ത് ഈസിലി നിങ്ങൾക്ക് നല്ല ആളുകളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് പീപ്പിൾ ആർ സീയിങ് ദാറ്റ് ഗുഡ് പ്രാക്ടീസസ് ഹാപ്പനിങ് ഇൻ യുവർ കമ്പനി. ഈ 3 കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം.